ഹായ്, ഇതിപ്പോൾ എൻ്റെ വർക്ക് ഏരിയയിലാണ്. അത് മെയിൻ കിച്ചൺ ഇപ്പോഴത്തെ വർക്ക് ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ബീൻസ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേ ഉള്ളൂ, 2-3 പേർക്ക് മതിയല്ലോ. എണ്ണയുള്ള ഈ ബീൻസ് ഭയങ്കര ഇനിയും കഴിക്കും അത്യാവശ്യം. പിന്നെ ഇത് തേങ്ങ വറുക്കാനായിട്ട് കുറച്ചുകൂടി അടികട്ടിയുള്ള പാത്രം എടുക്കണ്ട. അപ്പോൾ നമുക്ക് കറക്റ്റ് വറുത്ത് കിട്ടുന്ന തേങ്ങ വറുക്കുന്നതല്ലാണ് തീയലിൻ്റെ മെയിനായി സംഭവിക്കുന്നത്. നല്ലതായിട്ട് തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞാൽ തീയൽ സൂപ്പറായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തേങ്ങ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ഇവിടെ പറയും കഴുന്ന് വീഴുക, വലിയ പീസായിട്ടൊക്കെ വീഴത്തില്ലേ, അത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അത് രണ്ടും നമ്മളിപ്പോൾ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് തോരനാക്കാം. അപ്പം ഇത് ഇളക്കുന്ന സൈഡിൽ തോരനും അങ്ങാവും. പിന്നെ നമുക്ക് തീയലിൻ്റെ പരിപാടിയും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുട്ടിന് എന്ത് കറി ഏത്തപ്പഴം. ഇതാണ്ട് പ്രോൺസ് ഞാൻ തണുപ്പ് മാറാനായിട്ട് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കുഞ്ഞ് പ്രോൺസ്, ഇവിടെ വേറെ മീനൊന്നും കിട്ടാനില്ല. ഇപ്പോൾ കുഞ്ഞിനൊന്നും എന്തെങ്കിലും ഇല്ലെങ്കിൽ അവൻ ഒട്ടും ചോറ് കഴിക്കില്ല. നമ്മൾ സാധാരണ വാരി കൊടുക്കണം. ഒന്നാമത് അവൻ അറിയില്ല എങ്ങനെയൊക്കെ കഴിക്കേണ്ടതെന്ന് നല്ലതായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക, കുറച്ച് മതി. തോരനല്ലേ, തോരന് ഒരുപാട് ഓയിൽ ഇടാൻ പാടില്ല. എന്നിട്ട് അതിലേക്ക് ഞാൻ സവോള ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സവോള, ഇത്തിരി ഉള്ള ഒരു കുഞ്ഞ് സവോളയായിരുന്നു, അതങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇടാൻ പോവാം. ബീൻസും കൂടിയിട്ട് നല്ലോണം ഒന്ന് വെക്കണം. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ആകാശമൊക്കെ കണ്ടില്ലേ, സൂര്യനൊക്കെ എവിടെയോ പോയി മറഞ്ഞു കഴിഞ്ഞു. തേങ്ങ വറക്കാൻ പോവാണ് കേട്ടോ. തേങ്ങ വറുക്കൽ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മെയിൻ ഒരു പരിപാടി തീർന്നു എന്ന് വേണേ പറയാം. പയ്യെ വറുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് 2 കാര്യം ചെയ്യണം. ഇതിനകത്ത് ഇടയ്ക്കിടാൻ കുറച്ച് കൊച്ചുള്ളി ഒക്കെ വേണം. അപ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ അവിടെ ബെഡിൽ കാണാത്തതുകൊണ്ട് അമ്മയെന്ന് വിളിച്ച് ഓടി അടുക്കളയിലേക്ക് വന്നേക്കും. ഇനി കുറച്ച് നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊഞ്ചിയൊക്കെ ഇരിക്കും. നല്ല രസമല്ലേ കുഞ്ഞുങ്ങളായിട്ട് രാവിലത്തെ ഒരു ടൈം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത്. എൻ്റെ തേങ്ങ നല്ലതായിട്ട് വറുത്തിട്ടുണ്ട്. തീ ഞാൻ ഓഫ് ചെയ്തു. ഇപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ടുണ്ട് ഞാൻ അതിനകത്ത്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് ആറുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം. എണ്ണ ഒഴിച്ചു. ഇനി നമ്മളിത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്കിടുകയാണ്. ഇതിനിരുന്നൊന്ന് വാഴട്ടെ. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ചേക്കാം. ഇപ്പോൾ ഞാൻ കൊഞ്ചൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൊഞ്ചിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിലിങ്ങനെ വേകട്ടെ. ഞാൻ ഇതിൻ്റെ ഗ്രേവി ആ തേങ്ങയുടെ ഇത് കുറച്ചിങ്ങനെ എടുത്ത് ആദ്യം ഒഴിക്കാം. അപ്പോൾ ആ ഒരു ചാറിൽ കറന്നിട്ടായിരിക്കും കുറച്ച് നേരം ഇതൊന്ന് വേവുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. കൊഞ്ചൊക്കെ ആയാലും നമുക്ക് മെയിൻ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നില്ല, അതങ്ങ് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അതിപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ളത് അതും കൂടെ ഒഴിച്ച് കുറച്ച് നേരം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീയൽ റെഡി. ഇത്രയേ ഉള്ളൂ തീയലിൻ്റെ പരിപാടി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ബൈ ബൈ.